ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു കുഞ്ഞു ബുക്കിലാട്ടോ ഞാൻ ഇപ്പോൾ അതിൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കൽ. കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതൊന്ന് എഴുതി വെക്കുകയാണ് എന്തൊക്കെയാണെന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഹാബിറ്റ്സ് പോയതുണ്ട്, അതൊക്കെ ഒന്ന് കൊണ്ടുവരണം. എക്സസൈസ് ഓർ യോഗ. പിന്നെ അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ റിവാർഡായിട്ട് ഒരു കോഫി ഉണ്ടാക്കണം. പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഇന്നത്തെ ദിവസം തന്നെയാണ്. അതാണ് മെയിനായിട്ടൊരു ടാസ്ക് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ ഒരു 10 മിനിറ്റ്സ് ഇംഗ്ലീഷ് വായിക്കണം. എന്തായാലും ഇംഗ്ലീഷ് ആയാൽ മതി, ഇംഗ്ലീഷ് വായിക്കണം. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ ടു-ഡു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്ന് യോഗ ചെയ്ത്, അതുകൊണ്ട് തന്നെ റിവാർഡായിട്ട് ഒരു കോഫി ഉണ്ടാക്കി. ഇൻഷാ അല്ലാഹ് ഇനി എന്നും ഈ ഒരു ഹാബിറ്റ് കൊണ്ടുപോകണം. ഒരു ദിവസം യോഗ ആണെങ്കിൽ വേറെ ദിവസം എക്സസൈസ്, അങ്ങനെ വെറൈറ്റി പിടിച്ചാൽ മതി. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ ജേണൽ എഴുതാനിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ. സാധാ നോട്ട്ബുക്കാണ്, ജേണലല്ല. പക്ഷേ ജേണൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോട്ട്ബുക്ക്. ജേണലിൽ ഞാൻ ഇതുപോലെ ഓരോ ഡ്രീംസൊക്കെ എഴുതി വെക്കലുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ജേണൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ യോഗ ചെയ്തതിനെ പറ്റിയിട്ടും എനിക്കിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നും അതുപോലെ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഒന്നും കൂടി എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി എല്ലാ സൺഡേയും ലോങ് വീഡിയോസ് ഉണ്ടാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുന്നത്. എൻ്റെ 2025 എല്ലാ സാധനങ്ങളും എങ്ങനെയാണ് എൻ്റെ 2025 ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ഈ ബുക്ക് നോക്കിയാൽ മനസ്സിലാവണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ സിമ്പിളാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എന്താക്കി, സ്കെച്ചൊക്കെ എടുത്ത് സ്കെച്ച് അവിടെ കണ്ടേരെ, പിന്നെ അതിനോണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ച്. പിന്നെ പിൻട്രസ്റ്റിൽ ചെറുതായി ഒന്ന് നോക്കി ബാക്കി 5 ഇതിൽ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അതിലാണ് കാര്യം. ഡേറ്റ് 30 എത്തിയവരെ ഏപ്രിൽ 30 31 ഒരു സംശയം. അതാണ് ഞാൻ കൈമേൽ എണ്ണി നോക്കിയത് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ചെയ്യേണ്ട ഹാബിറ്റ്സൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേ ഉണ്ട്, ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ സ്ലീപ്പ് സ്കെഡ്യൂൾ എനിക്കൊന്ന് ശരിയാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. അതായത് നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹാബിറ്റ് ട്രാക്കർ ഇവിടെ റെഡിയായി. ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് അതിന് നേരെ ടിക്ക് ഇടുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ നെക്സ്റ്റ് നമ്മളെ ടാസ്ക് എന്താ വെച്ചാൽ റീഡിംഗ് ആണ്. ബാക്ക് ഓഫ് ഓൾ ദിസ് ഡിമാൻഡ് ഫോർ ന്യൂ ആൻഡ് ബെറ്റർ തിങ്സ് ദർ ഇസ് നോ ക്വാളിറ്റി വിച്ച്. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ടൈമറും എടുത്ത് അവിടെ വെച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. റീഡിങ് ഫോർ 10 മിനിറ്റ്സ് അതും ഞാൻ എൻ്റെ ഹാബിറ്റിൽ എഴുതിയിട്ടുണ്ട്, ഹാബിറ്റ് ട്രാക്കറിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഹാബിറ്റും എനിക്കിനി കൊണ്ടുപോകേണ്ട സാധനമാണ്. ശരിക്കും ഈ ബുക്കിലുള്ളത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് വായിക്കേണ്ടതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. എനിക്കിനി ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്സ് വാങ്ങണം, അല്ലെങ്കിൽ PDF വായിക്കണം ഇൻഷാ അല്ലാഹ്. റീഡിങ് കൊണ്ട് നമുക്ക് വൊക്കാബുലറീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും തന്നെ നമ്മൾ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റീഡിങ് നമ്മളെ ഒരുപാട് സഹായിക്കും. ഞാൻ ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ കാണലുണ്ട്. അതായത് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിലും പറയുന്നത് ഇംഗ്ലീഷ് ഡെയിലി വായിക്കണം, ഒരു 30 മിനിറ്റ്സ് ഉണ്ടെങ്കിലും വായിക്കണം എന്നാണ്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഒറ്റയടിക്ക് 30 മിനിറ്റ്സ് ഒന്നും വായിക്കാൻ പറ്റില്ലുണ്ടാവില്ല. സോ ആദ്യം തന്നെ 10 മിനിറ്റ്സ്, പിന്നെ നമ്മൾ അതിനെ കൂട്ടി കൊണ്ടുവരിക. കൺസിസ്റ്റൻസി, അതിലാണ് കാര്യം. അപ്പോൾ നമ്മളെ ടു ഡു ലിസ്റ്റിൽ ഇനി ഒരു ടാസ്കും കൂടിയാണ് ബാക്കിയുള്ളത്, അതായത് 1 hour സ്കിൽ ലേണിങ്. പക്ഷേ അത് ഞാൻ പിന്നീടാണ് ചെയ്തത്. അതായത് ഉച്ചയ്ക്ക് എനിക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഇതൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോയും കൂടിയാണല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.